ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈനാസ് ഫോട്ടോഗ്രാഫി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ മാസം സാലറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ഔട്ട്ഡോറിൽ വർക്ക് ചെയ്ത് ദുബായ് വർക്ക് ചെയ്തതായിട്ട് നമ്മളെ സാലറി ഇന്ന് കയറിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ സാലറി കയറുന്നതിൻ്റെ 2 days മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യും. സാലറി കിട്ടിയിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, നാട്ടിലേക്ക് അയക്കണം, റെൻറ്റ് കൊടുക്കണം, ഫുഡിനുള്ള പൈസ കൊടുക്കണം, പിന്നെ എന്നാൽ എന്തെങ്കിലും ചെറിയ പർച്ചേസൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ ഒരുപാട് പേർക്കുണ്ടാവും. പിന്നെ എന്നാൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയിൽ എന്നാൽ എൻ്റെ സാലറി പറഞ്ഞാൽ കുറച്ചാണ്. അപ്പോൾ നമ്മൾ സാലറി ഇപ്പോൾ അതിനകത്തുള്ള ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കിട്ടുന്ന ഏത് ജോബാണോ അതിൽ കയറുക, അതിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറെ ജോബിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എത്ര പഠിപ്പുള്ളവരാണ് ദുബായിലേക്ക് വന്നതാണെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കിട്ടുന്ന ഏതാണോ ജോബ് അതിൽ കയറിയാണ്ടെന്നേ മാക്സിമം ഏതെങ്കിലും ഒരു ജോബിൽ കയറിയിട്ട് അവിടെ നിന്നാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ. പിന്നെ എന്നാൽ നമ്മൾ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് പോയി ATM വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് റൂം റെൻ്റാണ്. പിന്നെ ഫുഡിന് ഞാനൊരു 200 dirhams മാറ്റി വെച്ചിട്ടുണ്ട്. മീതി നമ്മളെ കൈക്കൽ എത്ര ഉണ്ട് വരും? 40 dirhams. ഈ 40 dirhams നമ്മൾ ഈ പ്രവാസികൾ എന്ത് ചെയ്യും, നാട്ടിലേക്ക് അയക്കണം, അതുപോലെ റൂം റെൻറ്റിന് കൊടുക്കണം. അപ്പോൾ എന്ത് സേവിങ്സ് വെക്കണം എന്ന് വിചാരിച്ച് നിൽക്കേക്കാരും. അപ്പോൾ ആ സമയത്തേക്കാരും വേറെ എന്തെങ്കിലും ആവശ്യം സിറ്റുവേഷനൊക്കെ വന്നാണ്ട് നമ്മളെന്ത് ചെയ്യും, ആ പേയ്മെൻറ്റ് അതിലേക്ക് പോവും. അപ്പം പിന്നെ നമ്മളെ കൈക്കൽ ഒന്നും ഉണ്ടാവില്ല. ഏത് പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. സേവിങ്സ് പറഞ്ഞാണ്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നാട്ടിൽ നിൽക്കുന്നവരുടെ തന്നെ അവരവിടെ വലിയ പത്രോസ്, അവരവിടെ ഫുള്ള് കറക്കം, അവരവിടെ ഫുള്ള് എൻജോയ്മെൻറ്റ് എന്നുള്ളതേക്കാരം. പക്ഷേ ഇവിടുത്തെ അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ആ അനുഭവം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതെന്താ വെച്ചാൽ വാടക കൊടുത്ത് ഫുഡിൻ്റെ പൈസ ഒരു മാസത്തേക്കുള്ള ഫുഡിനുള്ള സാധനം വാങ്ങി എന്തെങ്കിലുമൊക്കെ ചില്ലറ സേവിങ്സ് വെച്ച് നാട്ടിലേക്ക് അയച്ച് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ എല്ലാം ഫെയിലായി. കാരണം ഇപ്പോഴത്തെ സാലറി എൻ്റെ ലോ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളെന്നല്ല ഈ പ്രവാസികൾ വിചാരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്താ പറയുക, ഈ സാലറി കിട്ടിയിട്ട് ആ ഒരു മാസം ശമ്പളം അത്രയും നമ്മൾ അധ്വാനിച്ചതാക്കിയതല്ലേ. അപ്പോൾ ഒരു ദിവസമെങ്കിലും നല്ല ശമ്പളം കിട്ടിയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷേ എല്ലാ പ്ലാനും പോയി. കാരണം എൻ്റെ അക്കൗണ്ടിൽ ഇനി ആകെ വെറും 40 dirhams ഉണ്ട്. ഈ 40 dirhamsൽ ഒരു പൂതി വെച്ചതല്ലേ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, നമ്മളടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നല്ലൊരു ചായയും ഒരു കടി സ്നാക്സും കഴിച്ചാൽ നമ്മുടെ ആ സന്തോഷം വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഓരോ പ്രവാസികൾക്കും ഈ സന്തോഷമുണ്ട്. കാരണം എന്നാൽ കിട്ടുന്ന വരുമാനം അത്രയും അധ്വാനിച്ചതാക്കിയിട്ട് ഒരു ചായ പോയി കുടിച്ചാലും അതിലൊരു സുഖമാണെന്നാണ്. അപ്പം ഞാൻ നേരെ പോണത് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഒരു ചായ ഒരു സ്നാക്സ് 5 dirhamsൽ ഒതുക്കൂട്ടോ. അതാണ് അത് ആ ഒരു മാസത്തേക്കുള്ള നമ്മുടെ അധ്വാനത്തിൻ്റെയും ആ സന്തോഷം അത്രയും റിസ്ക് എടുത്തതിൻ്റെയും ഇതാണ് കേട്ടോ. കാരണം എന്നാൽ ബാക്കിയുള്ളതൊക്കെ നമ്മളെന്ത് ചെയ്യും, ഒന്നുകിൽ നാട്ടിലേക്കായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇതിന് ചിലവായിട്ടും ലോണായിട്ടും ക്രെഡിറ്റ് കാർഡായിട്ടും അങ്ങനെ എല്ലാത്തിലും പോകും. അതാണ് അവസ്ഥ. അപ്പം പിന്നെ എന്നാൽ ബെറ്ററായിട്ട് എന്താ വെച്ചാൽ നല്ല ഹൈ ജോബിൽ കയറണം എന്നുണ്ടെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് ഒരു തലവര എന്ന് പറയില്ല എന്നതിൽ. പക്ഷേ മാക്സിമം നമ്മളെന്ത് ചെയ്യുക, അവിടെ വിസിറ്റിങ്ങിൽ വരുന്നവരാണെങ്കിൽ അല്ലാതെ ഇവിടെ ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഏതാണെങ്കിലും ആദ്യം കിട്ടുന്ന ജോബിൽ കയറുക. എന്നിട്ട് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജോബ് സെർച്ച് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം എന്നാൽ നമ്മളെ റൂം റെൻറ്റിനും ഉണ്ടാവും, ഫുഡിനും ഉണ്ടാവും, നോർമൽ എക്സ്പെൻസിനും ഉണ്ടാവും, എന്തെങ്കിലും കൈ ചിലവിനുണ്ടാവും കയ്യിൽ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, കിട്ടുന്നതിൽ കയറിയിട്ട് നമ്മൾ അവിടെ നിന്നാണ്ട് ജോബ് നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ചായ കുടിക്കാൻ പോകും. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകണേ നമ്മളെ റാഷിദിയയിലുള്ള സ്പോർട്സ് റെസ്റ്റോറൻറ്റിൻ്റെ ടീ കൗണ്ടർ എന്നാണ്. ഇവിടെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഈവനിങ് ആവുമ്പോൾ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ മെയിൻ എന്താ അറിയോ, ഈ ചേട്ടനാണ് കേട്ടോ. ചേട്ടനാൾ നല്ല കമ്പനിയാണ്. ഏത് കസ്റ്റമറായിട്ട് നല്ല ഡീലിങ്ങും അതുപോലെ തന്നെ കസ്റ്റമർക്ക് നല്ല അഭിപ്രായമുള്ളവർ നല്ലൊരു ചേട്ടനും കൂടെയാണ് കേട്ടോ. നമ്മളെപ്പോഴും പോകുമ്പോൾ നമ്മളോട് ചോദിക്കും, ചായ അടിക്കണ്ടേ, വരുന്നില്ലേ എന്ന് ചോദിക്കും. എന്നാൽ അതിലുള്ള നല്ല ചേട്ടൻ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത പഴംപൊരിയും നല്ല ലെമൺ ടീ ആണ്. പക്ഷേ ഇവിടുത്തെ ഫേവറേറ്റ് എന്താ പറയുക, ഈ ഷോപ്പത്തെ അറബിക് ഷവർമ ഉണ്ട്, അതൊന്ന് കഴിച്ചു നോക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂട് ചായയും പഴംപൊരിയാണ് നമ്മളൊന്ന് കഴിച്ചത്. നമ്മൾ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ കൂലി. ഒരു ചായയും ഒരു ലെമൺ ടീയാണ് ഞാൻ കുടിച്ചത്. ലെമൺ ടീയും ഒരു പഴംപൊരിയും കഴിച്ചപ്പോൾ 350 അവിടെ പോയി. ഇനി ബാക്കി നമ്മളിലുള്ള അമൗണ്ട് ഇതാ, 36.81 പിൽസ്.
ഇനി ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു മാസം തന്നെയാണ്. ഔട്ട്ഡോർ ഫുഡൊന്നും നമ്മൾ അത്ര ഇതില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യം സാലറി ഇതൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം ചിലവ് ചുരുക്കും ഔട്ട്ഡോർ ഫുഡൊക്കെ കേട്ടോ. അതാണ് നമ്മളെ ഇനിയിപ്പോൾ ഈ 36 റുപ്യയും 80 പൈസ വെച്ചാണ്ട് ഇന്നിപ്പോൾ 10-ാം തീയതി ഈ 20 ഡേയ്സ് നമ്മളിങ്ങനെ തള്ളി കളയണം. 20 ഡേയ്സ് അല്ല, അടുത്ത മാസം സാലറി കിട്ടണവരേക്കും. അതാണ് പ്രവാസികൾ. അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യുക. ഓക്കെ.